ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ആയില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നതാ തൃശ്ശൂർ പൂരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ പൊന്നിൻ്റെ ഫ്രണ്ട്സും പിന്നെ ഞാനും അമ്മയും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ വീട്ടിലെ പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 11 മണിയുടെ ബസ്സിലാണ് പോയത്. അങ്ങനെ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഫ്രണ്ടിൽ ഈ ഒരു സെറ്റപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്ത് കയറി. ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ കാണുന്നത് ഈ നല്ലൊരു എന്താ പറയുക, കണ്ണിനിങ്ങനെ കുളിർമ തോന്നുന്ന ഒരു കാഴ്ചയാണ്. കാരണം എല്ലാ ഗേൾസും ഇത് കണ്ടാൽ ഒന്ന് സ്റ്റക്കാവും. കാരണം ഇതിനോട് അത്രമാത്രം ക്രേസ് ഉള്ളവരായിരിക്കും ഒട്ടുമിക്ക ഗേൾസും. പിന്നെ ഈ കുപ്പിവളാന്നൊക്കെ പറഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എനിക്ക് ഈ 2 സാധനം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏതെടുത്താലും 50 രൂപ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഫുള്ള് കമ്മലുകൾ അവിടെ കാണിച്ചത് കേട്ടോ. അപ്പം ഞാനും പൊന്നൊക്കെ കമ്മലൊക്കെ എടുത്തു. കാരണം കമ്മൽ വള എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിത് ഇങ്ങനെ കുറേ ടോയ്സൊക്കെ കണ്ടു. ഇവിടെയാണെങ്കിലും ഞാനൊന്ന് സ്റ്റക്കാവും. എനിക്കിതിനോടൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ അമ്മ അടുക്കളയ്ക്ക് ഓരോ സാധനങ്ങളൊക്കെ വാരി വലിച്ചെടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ആ പിള്ളേർ, പൊന്നിൻ്റെ ഫ്രണ്ട്സാണ് അവർ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പിള്ളേർ തന്നെയാണ്. അങ്ങനെ നമ്മളിതാ കുറേ നല്ല നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ കണ്ടു. പിന്നെ പൂരം കഴിഞ്ഞിട്ട് ചെന്നപ്പോഴും അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. കാരണം പൂരം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് സ്വതവേ പറയാറ്. പക്ഷേ അത്യാവശ്യം തിരക്കുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഓരോ മറ്റേ സാധനങ്ങളും ഇങ്ങനെ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കാണുന്ന സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ അതൊക്കെ നമ്മുടെ പഴയകാല മിഠായികളാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് കണ്ടു. പിന്നെ കുറച്ച് മിഠായികൾ മേടിച്ചു. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് പോയപ്പോഴാണ് ഈ ചേട്ടൻ എന്തോ ഒരു സ്കിൻ പ്രൊഡക്റ്റ് എന്തോ ഒരു സംഭവം നമുക്കതൊന്ന് ട്രയൽ നോക്കുകയാണ് കേട്ടോ. അമ്മയുടെ കയ്യിൽ ഇങ്ങനെ അതൊക്കെ വെച്ച് തേച്ചിട്ടൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ സംഭവം എന്തായാലും കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ആ ചേട്ടൻ അത് കാണിച്ചു തന്നപ്പോൾ നല്ല നമ്മുടെ ടാനൊക്കെ റിമൂവ് ആവാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. സംഭവം നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളത് മേടിക്കുകയും ചെയ്തു കേട്ടോ. ആ ചേട്ടൻ ട്രയലൊക്കെ കാണിച്ചു തരുന്നുണ്ട് നമുക്ക്. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് അതിൻ്റെ ഉള്ളിൽ. നല്ല ചൂടുണ്ട് ഗൈസ്. കാരണം അത്രമാത്രം നമ്മൾ വിയർത്തൊഴുകും. പിന്നെ ഞാൻ എന്താ കുറച്ച് സ്കിൻ കെയർ സംഭവങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഈ ടോയ്സൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ കൈയിരിക്കുന്നുണ്ട് മേടിക്കാൻ. പിന്നെ ചൂട് സഹിക്കാൻ പറ്റാത്ത കാരണം വേഗം എല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള തിരക്കായിരുന്നു. പിന്നെ നമ്മളിതാ ഈ ഫുഡിൻ്റെ ഒക്കെ ഒരു സെക്ഷനിലെത്തിയപ്പോൾ ഇതാ കോളിഫ്ലവറൊക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിൻ്റെ ഒക്കെ ഒരു സെക്ഷനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ മറ്റേ ജെയിൻ വീലും അതുപോലെ ഇങ്ങനെ ഒരു വഞ്ചിയൊക്കെ ഇല്ല, അതിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ഈ ഒരു സംഭവം, ഈ റിങ് എറിഞ്ഞിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുക്കില്ലേ, ആ ഒരു സ്ഥലത്ത് അമ്മേനെ കൊണ്ട് 5 റിങ് എറിയിപ്പിച്ചു. എന്നിട്ട് യാതൊരു ഉപകാരം ഉണ്ടായില്ല ഗൈസ്. അവിടെയാണ് വെച്ചെങ്കിൽ ഹോർലിക്സ് പിന്നെ മറ്റേ ബിസ്ക്കറ്റ് അങ്ങനെ കുറേ ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. എൻ്റെ ലക്ഷ്യം മൊത്തം ഹോർലിക്സ് എടുക്കുകയെന്നായിരുന്നു ഞാൻ അമ്മോട് പറഞ്ഞിരുന്നത്. ഹോർലിക്സ് എടുക്കണമെന്നായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ അമ്മ ഒന്നും എടുത്തില്ല, വെറുതെ ആയിപ്പോയി, എല്ലാം ചീറ്റിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവത്തിൽ കയറാമെന്നാണ് വിചാരിച്ചത്. എനിക്കിതിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അമ്മയ്ക്കാണെങ്കിൽ നല്ല പേടിയാണ്. പക്ഷെ എന്നാലും അമ്മേനെ പിടിച്ച് നമ്മൾ കയറ്റാണ് കേട്ടോ. ഭയങ്കര പേടിയാണ് അമ്മയ്ക്കും. പിന്നെ എനിക്ക് മുന്നേ കയറിയിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ സീനില്ല. ആ പിള്ളേർക്കും ചെറിയ പേടിയുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ബാക്കിലിരിക്കുന്ന കുറേ പിള്ളേരൊക്കെ ഓളിടുന്നൊക്കെ ഉണ്ട്. എനിക്കിതിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ജെയിൻ വീലൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇതാണ്. അപ്പോൾ എന്തായാലും ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അമ്മ ഭയങ്കര പേടിച്ച് വിറച്ചിരിക്കുകയാണ്. അമ്മ ക്യാമറയിലേക്ക് നോക്കുന്നില്ല. നോക്കുന്ന പറയുമ്പോൾ അമ്മ ആകെ പേടിച്ചിരിക്കണം. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ എന്തായാലും നമ്മുടെ റൈഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു സദ്യ കഴിച്ചിട്ടാണ്. നല്ല അടിപൊളി ഫുഡായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ തിരിച്ച് മടങ്ങി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.